ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപേ പോലീസിന്റെ പരിശോധനകളും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥ വസ്തുതകൾ? ഈ രണ്ട് നവജാത ശിശുക്കളെയും കൊലപ്പെടുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് പരിശോധനകൾ തുടരുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. വിഷ്ണു സുരേഷ്, ഞങ്ങളുടെ പ്രതിനിധി, അതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, അതോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റ് ശ്രീമതി സൗമ്യ മനോജ്, ഒപ്പം അഭിഭാഷക ഡോക്ടർ അഡ്വക്കേറ്റ് സോയ ജോസഫ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത്. വിഷ്ണു സുരേഷിലേക്ക് ആദ്യം. വിഷ്ണു, ഈ യുവാവ് വന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയത് രണ്ട് നവജാത ശിശുക്കളെയും കുഴിച്ചുമൂടിയെന്നാണല്ലോ. രണ്ട് സമയങ്ങളിലായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുള്ളത്. ഇതിന് പിന്നിൽ കൊലപാതകമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? കുഴിച്ചുമൂടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? യുവാവ് കൊണ്ടുവന്ന അസ്ഥി അത് പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ആദ്യത്തെ കുഞ്ഞിന്റെ മരണം സംഭവിക്കുന്നത് 2021 അനീഷയുടെ വീട്ടിൽ വെച്ചാണ് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അതിനുശേഷം ആ കുഞ്ഞ് അപ്പോൾ തന്നെ മരിച്ചു. അതിന് പിന്നാലെയാണ് അനീഷ ആ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് പരിസരത്തോട് ചേർന്ന് കുഴിച്ചിട്ടത്. 8 മാസത്തിന് ശേഷം ആ കുഴി മാന്തി അവിടെ നിന്ന് അസ്ഥിയെടുത്ത് ഭവിന് കൈമാറി എന്നുള്ളതാണ് അനീഷ ആദ്യത്തെ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണം നടക്കുന്നത് 2024 2024 ഏപ്രിൽ മാസത്തിൽ കുഞ്ഞ് ജനിക്കുന്നു. അന്ന് തന്നെ ഈ കുഞ്ഞ് ജനിച്ച ഘട്ടത്തിൽ കരച്ചിൽ ഉണ്ടാക്കിയ സമയത്ത് കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചു. കുഞ്ഞിന് ശ്വാസം കിട്ടാതെ കുഞ്ഞ് മരിച്ചു എന്നാണ് അനീഷ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പിറ്റേ ദിവസം കുഞ്ഞിന്റെ മൃതദേഹം ഞാനിപ്പോൾ നിൽക്കുന്നത് ഭവിന്റെ വീട്ടിലാണ്. ഭവിന്റെ വീട്ടിൽ സ്കൂട്ടറിൽ എത്തിച്ച് നൽകി. പിന്നീട് ഭവിൻ ആ മൃതദേഹം എനിക്ക് പിന്നിൽ കാണുന്ന ഈ തോട്ടിൽ കുഴിച്ചിടുകയായിരുന്നു. ആ സമയത്ത് അത് 2024 ഏപ്രിൽ 29 തീയതിയാണ് സംഭവം നടക്കുന്നത്. അന്ന് ഈ തോട്ടിൽ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല, ഇത് വറ്റിക്കിടക്കുകയായിരുന്നു. അവിടെ കുഴിയെടുത്ത് കുഞ്ഞിന്റെ മൃതദേഹം മൂടി എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അതായത് രണ്ടാമത്തെ സംഭവം അതൊരു കൊലപാതകമായി തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള വെല്ലുവിളി, ഇതിൽ പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള സാധ്യതയൊന്നും ഇനിയില്ല. ആകെ ഉള്ളത് ഈ അസ്ഥികളും അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള മൊഴിയുമാണ്. അതിനെ വെച്ചാണ് ഇനി കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തേണ്ടത്. ഈ രണ്ടുപേരെയും രണ്ടിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 2 ക്രൈം സ്പോട്ടുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഭവിന്റെ ഈ വീടും മറ്റൊന്ന് അനീഷയുടെ വീടാണ്. വെള്ളിക്കരയുള്ള അനീഷയുടെ വീടാണ്. ആ വീട്ടിലാണ് ആദ്യ 2 പ്രസവങ്ങൾ നടന്നത്. ഒരു കുഞ്ഞിനെ അവിടെ വെച്ച് തന്നെ, 2 കുഞ്ഞുങ്ങളും മരിക്കുന്നതും അവിടെ വെച്ച് തന്നെയാണ്. പക്ഷേ ഒരു കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത് ഭവിന്റെ വീട്ടിലാണ്. ഈ സംഭവം പുറത്തു വരാനുണ്ടായ കാര്യം ഇങ്ങനെയാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഭവിൻ അമിതമായി മദ്യപിച്ച ശേഷം അനീഷയെ ഫോണിൽ വിളിച്ചു. പക്ഷേ ഫോൺ എൻഗേജിലായിരുന്നു. അതിൽ നിന്ന് ചില സംശയങ്ങൾ ഭവിനുണ്ടായിരുന്നു. അനീഷ തന്നെ ചതിച്ചു എന്നൊരു സംശയം. ആ സംശയത്തിന്റെ പേരിലാണ് ഭവിൻ വണ്ടിയെടുത്ത് നേരെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി എത്തുന്നത്. അവിടെയുള്ള പോലീസുകാരോട് ഇക്കാര്യം പറയുകയാണ്. ഇത് കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണ്, തനിക്ക് ജനിച്ച കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണ്, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടു എന്ന കാര്യം വെളിപ്പെടുത്തുന്നത്. ആദ്യം പോലീസ് ഇതൊരു കാര്യമായി എടുത്തിരുന്നത്, പ്രത്യേകിച്ച് ഒരു മദ്യപൻ നടത്തുന്ന വെളിപ്പെടുത്തലാണ്. പക്ഷെ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇതിൽ വസ്തുതയുണ്ട്, ഇയാൾ പറയുന്ന കാര്യം ശരിയാണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അനീഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് രണ്ടുപേരെയും ഇരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ ചുരുളുകൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തേത് ഒരു സ്വാഭാവിക മരണം എന്നാണ് വിലയിരുത്തുന്നത്. രണ്ടാമത്തേത് കൊലപാതകവുമായി പോലീസ് കണക്കൂട്ടുന്നുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുകയാണ്. അപ്പോഴും ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ഈ അസ്ഥികൾ എന്തിനു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതിന് രണ്ടുപേരും 2 തരത്തിലുള്ള മറുപടികളാണ് പറയുന്നത്. അനീഷ പറയുന്നത് താൻ ഈ ഗർഭിണിയായ വിവരം അയൽവക്കത്തെ ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു, തനിക്ക് ചില സംശയങ്ങളുണ്ട്, താൻ ഈ കുഞ്ഞിനെ കുഴിച്ചിടുന്നത് ആരൊക്കെയോ കണ്ടുവെന്ന ചില സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ പരിശോധന നടത്തി ആ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്താൽ അത് പിന്നീട് വലിയ പ്രശ്നമാകും. ആ കാര്യം താൻ ഭവിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഭവിന്റെ നിർദ്ദേശപ്രകാരം ഈ അസ്ഥികൾ അവിടെ നിന്ന് എടുത്ത് ഭവിന് കൈമാറുകയായിരുന്നു. ഭവിന് ഈ കുഞ്ഞുങ്ങളുടെ കർമ്മമടക്കം ചെയ്യണമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് അത് കൈമാറിയെന്നാണ് അനീഷ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഭവിൻ പറയുന്നത് മറ്റൊന്നാണ്. ഏതെങ്കിലും സമയത്ത് തങ്ങളുടെ വിവാഹത്തിന് അനീഷയുടെ കുടുംബമോ അല്ലെങ്കിൽ അനീഷയോ തന്നെ ചതിക്കുകയാണെങ്കിൽ അന്ന് ഒരു ഭീഷണിപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഈ അസ്ഥി ഉപയോഗിക്കാം എന്നൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ അസ്ഥി സൂക്ഷിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മൊഴി ഭവിൻ പോലീസിന്. അല്ല, നമുക്ക് വിഷ്ണു, ഇനി നമുക്ക് മനസ്സിലാകേണ്ടത് അല്ലെങ്കിൽ തെളിയേണ്ടത് ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെല്ലാം വസ്തുതയുണ്ട് എന്നതാണല്ലോ. ഇപ്പോഴാദ്യം പറഞ്ഞതനുസരിച്ച് 2021 നവംബർ 6 ആദ്യത്തെ കുഞ്ഞിനെ അനീഷ പ്രസവിക്കുന്നത്. അത്
ഒരു ചാപിള്ളയായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിനെ കുഴിച്ചു മൂടി. എവിടെ? വെള്ളിക്കുളങ്ങരയിലെ അനീഷയുടെ വീടിന് സമീപത്ത് എന്നാണല്ലോ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നത് 2024 ഏപ്രിൽ 29-നാണ്. ആ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു. കരച്ചിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വായും മൂക്കും പൊത്തിപ്പിടിച്ചു. അങ്ങനെ കുഞ്ഞ് മരിച്ചു. അതിനുശേഷം കുഞ്ഞിനെ ആമ്പല്ലൂരിലെ ഭവിൻ്റെ വീടിൻ്റെ പരിസരത്ത് കുഴിച്ചിട്ടു, അല്ലെങ്കിൽ ആ തോടിൽ കുഴിച്ചിട്ടു എന്നതാണല്ലോ, തോടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? അതായത് ആദ്യത്തെ കുഞ്ഞിൻ്റെത് സ്വാഭാവിക മരണവും രണ്ടാമത്തെ കുഞ്ഞിൻ്റേത് കൊലപാതകവും എന്ന നിലയിലാണോ പോലീസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണം നടക്കുന്നത്? ഈ രണ്ട് മരണങ്ങളിലും ഇതിൽ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ 22-കാരനായ ഭവിന്, 26 വയസ്സുകാരനായ ഭവിന് ഒരു പങ്കുമില്ല എന്ന് പോലീസ് കരുതുന്നുണ്ടോ? ഇനി ഇവർ വിവാഹിതരല്ല, എന്നാൽ ഇവർ ഒരുമിച്ച് കഴിയുന്നുമില്ല. 2 വീടുകളിലാണ് കഴിഞ്ഞിരുന്നത്, 2 ഇടങ്ങളിലാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഇവരുടെ കുഞ്ഞാണ്, ഇങ്ങനെ ഈ സംഭവത്തിൽ ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യം പോലീസിന് സംശയാതീതമായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, രണ്ടു പേർക്കും ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് രണ്ടാമത്തെ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭവിനും അതോടൊപ്പം തന്നെ അനീഷക്കും രണ്ടുപേർക്കും കൃത്യമായ പങ്കുണ്ട്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കാര്യം അനീഷ ഭവിനോട് പറയുകയും ഭവിന്റെ നിർദ്ദേശപ്രകാരമാണ് കുഞ്ഞിന്റെ മൃതദേഹം ഭവിന്റെ വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്തത്. അയാളെ മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും രണ്ടുപേരും ഈ ക്രൈമിന്റെ ഭാഗമായി വരും. ഇനി പോലീസിന്റെ പക്കലുള്ള തെളിവുകൾ ഈ അസ്ഥികളും അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞ മൊഴികളും ഒപ്പം ഈ ഭവിന്റെ ഈ കുഞ്ഞുങ്ങളുടെ ഒരു ഫോട്ടോ നിലവിൽ ഈ അനീഷയുടെ പക്കലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഫോട്ടോ അടക്കമുള്ള തെളിവുകളാണ് ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ളത്. ശാസ്ത്രീയ തെളിവുകൾ സമാഹരിക്കാൻ പോലീസ് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഈ കേസിൽ ഇനി സാധ്യമല്ല. അപ്പോൾ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ മൊഴികളെ ആശ്രയിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. ഈ അസ്ഥി ഇതിനോടകം തന്നെ പോലീസ് പരിശോധിക്കുകയും അത് കുഞ്ഞുങ്ങളുടേതാണ് എന്നൊരു പ്രാഥമികമായ വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുമുണ്ട്. രണ്ടാമത്തേത് കൊലപാതകം എന്ന് അവിടെ അത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെ കുഞ്ഞിൻ്റെത് ഒരു സ്വാഭാവിക മരണമെന്നാണ് അനീഷ നൽകിയിട്ടുള്ള മൊഴി. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞ് മരിച്ച നിലയിലായിരുന്നു. പിന്നീട് താൻ വേറെ പണിപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കുഞ്ഞിനെ പുറത്തെടുക്കാൻ വേണ്ടി ഏറെ ബുദ്ധിമുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും പോലീസ് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം, 2 പ്രസവങ്ങൾ നടന്നു, അതിനുശേഷം ഇവർ ആശുപത്രിയിൽ പോലും പോയിട്ടില്ല എന്നൊരു മറുപടിയാണ് ഈ പ്രതികൾ രണ്ടുപേരും പോലീസിന് നൽകുന്നത്. പക്ഷേ സ്വാഭാവികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇവർ ആശുപത്രിയിൽ പോയിട്ടുണ്ടാകാം. ഇത് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള ആളുകൾക്ക്, ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ആ വശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും പറഞ്ഞ മൊഴി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ കുഞ്ഞിന്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അത് ഭവിൻ ഏത് സാഹചര്യത്തിലാണ് ഈ വിവരങ്ങളൊക്കെ പോലീസിനോട് വെളിപ്പെടുത്താൻ തയ്യാറായത്? അതായത് ചില സംശയങ്ങൾ തോന്നിയതിന്റെ, അതായത് അനീഷയുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നിയത് കൊണ്ട് ഭവിൻ ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു എന്ന് പറഞ്ഞത് നമുക്ക് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? അതായത് ഈ കൊലപാതകത്തിന് വിവരം വന്നാൽ ഭവിൻ കൂടി ഇതിൽ അകപ്പെടും എന്നിരിക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇതെല്ലാം പോലീസിനോട് പറയാം എന്ന് ഭവിൻ കരുതുമോ? രണ്ടാമത്തെ കാര്യം, ഈ കൊണ്ടുവന്നിരിക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ അത് ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ കുഞ്ഞുങ്ങളുടെ അസ്ഥി കഷ്ണങ്ങളാണ് എന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ടല്ലോ. ആ കാര്യങ്ങളിലുള്ള പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു. ഗോപികൃഷ്ണൻ, ഇത് കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ DNA പരിശോധന നടത്തിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഇവരുടെ കുഞ്ഞാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതിൽ പോലീസ് വളരെ കോൺഫിഡൻ്റ് ആണ്. ഇത് പുറത്തു വരാനുണ്ടായ കാര്യം ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വിശ്വസനീയമല്ല എന്ന് തോന്നുമെങ്കിൽ പോലും അത് തന്നെയാണ് ആ കാര്യം തന്നെയാണ് പോലീസും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അനീഷയും അതോടൊപ്പം തന്നെ ഈ ഭവിനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചില തർക്കങ്ങളുണ്ടായിരുന്നു, ചില സംശയങ്ങൾ ഭവിനുണ്ടായിരുന്നു. അനീഷയ്ക്ക് മറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന ചില സംശയങ്ങളുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഭവിൻ അമിതമായി മദ്യപിച്ചിരുന്നു. അമിതമായി മദ്യപിച്ച ശേഷം അനീഷയെ ഫോണിൽ വിളിച്ചു. പക്ഷേ ഫോണിൽ വിളിക്കുന്ന ഘട്ടത്തിലൊക്കെ അനീഷ ബിസിയായിരുന്നു, മണിക്കൂറുകളോളം ബിസിയായിരുന്നു എന്നാണ് ഭവിൻ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെ ഭവിനെ അനീഷ ചതിച്ചു എന്നൊരു കൺക്ലൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഭവിൻ എന്നെ ചതിച്ച ഒരാൾ ഇനി അങ്ങനെ സുഖമായി ജീവിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്താൻ വേണ്ടി ഇവിടെ നിന്ന് മദ്യലഹരിയിലാണ് അയാൾ. ആ മദ്യലഹരിയിൽ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അത്ര ഒരു ധൈര്യം അയാൾ സംഭരിച്ച്, അയാൾ പോലും പ്രതിയാവുന്ന ഒരു കേസിൽ അത്ര ഒരു ധൈര്യം
ധൈര്യം സംഭരിച്ച് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. മറ്റൊരു അടിസ്ഥാനവും ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നില്ല. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഈ വെളിപ്പെടുത്തലിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ഇതിൽ ഇനി പോലീസ് അന്വേഷിക്കുന്നത് ആദ്യമേ പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ DNA മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ചെയ്യാനുള്ളത് ഈ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടോ എന്നുള്ളതാണ്. ആരോടെങ്കിലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ, അതല്ല എങ്കിൽ ഈ വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾ ആരെങ്കിലും നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. 2 പേരെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത്. പക്ഷേ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള സാധ്യത പോലീസ് ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല.